ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ്. ഈന്തപ്പഴം ഉപയോഗിച്ചുള്ള പായസം. അതായത് മറ്റുള്ള പായസത്തെക്കാളും നല്ല ടേസ്റ്റി എന്ന് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഈന്തപ്പഴം നമ്മളൊരു 10-15 എണ്ണം എടുത്താൽ മതി. അതിൻ്റെ കുരുവും അതുപോലെ തന്നെ അതിന് ഞെട്ടുണ്ടാവും ചില ഈന്തപ്പഴത്തിൻ്റെ ഫ്രണ്ടിൽ. അതും കളഞ്ഞതിന് ശേഷം നമ്മൾ പൊളിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. അതായത് ഒരുവിധം വേവാവുന്നവർ നമ്മൾ വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ആ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക. ആ അരച്ചെടുത്തിട്ടുള്ള ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റാണ്. പിന്നെ നമുക്ക് ആ പായസത്തിലേക്ക് വേണ്ടത് നമുക്ക് തേങ്ങാക്കൊത്ത് കുറച്ച് നമ്മൾ നെയ്യിൽ വറുത്തെടുത്തത്, നേരത്തെ വറുത്തെടുത്ത് വെച്ചാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് കുറച്ച് നെയ്യിൽ വറുത്തെടുത്തത്, അതേ നെയ്യിൽ തന്നെ വറുത്തെടുത്ത ഏത്തപ്പഴത്തിൻ്റെ ഒരു കുറച്ച് കഷ്ണങ്ങൾ. കൂടുതൽ പായസം ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കഷ്ണങ്ങളും ഇതുപോലത്തുള്ള ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് 2-ാം പാലാണ്. ഒരു നാളികേരത്തിൻ്റെ 2-ാം പാല്. അതുപോലെ തന്നെ നമുക്ക് 1-ാം പാല്, കുറച്ച് 1-ാം പാല്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് നെയ്യാണ്. നെയ്യ് കുറച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. മിൽമയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടി. പിന്നെ നമ്മൾ ഓപ്ഷനിലാണ് ശർക്കരപ്പൊടിയുടെ ആവശ്യം അധികം വരാറില്ല. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഈത്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ശർക്കരയുടെ ആവശ്യം വരാറില്ല. ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിലാണ് നമുക്ക് ശർക്കരയുടെ ആവശ്യം വരുന്നത്. നമ്മളെപ്പോഴും പായസം ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള ഈത്തപ്പഴം എടുക്കുന്നതാണ് നല്ലത്. മധുരം പോരാ, കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ശർക്കരപ്പൊടി ചേർക്കാൻ മതി. ഇനി നമ്മളതൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരു പാത്രം വെച്ച് നമ്മൾ തീ ഓണാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് തീ എപ്പോഴും നമ്മൾ മീഡിയത്തിലാണ് നമ്മൾ വയ്ക്കേണ്ടത്. മീഡിയം ടു ലോ. അല്ലെങ്കിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വെച്ചിപ്പോകും. അതിലേക്ക് നമ്മളിത് നേരത്തെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വറുത്തെടുത്ത നെയ്യാണ്. അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി നെയ്യ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ ഇത് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈന്തപ്പഴത്തിന് നമ്മൾ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം ഒഴിക്കുന്നത്. പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് നെയ്യിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നെയ്യൊന്നും കൂടി ഒന്ന് ചേരുന്ന വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അത് പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റു പായസങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റിയുള്ള പായസമാണ് ഈന്തപ്പഴത്തിൻ്റെ പായസം. ഇത് നമ്മളാ ഈന്തപ്പഴത്തിൻ്റെ ആ പേസ്റ്റും നെയ്യും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർന്നതിൻ്റെ തരത്തിൽ നമുക്ക് കാണാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ 2-ാം പാലാണ്. നമ്മൾ എടുത്ത് വെച്ച് 2-ാം പാലും മുഴുവൻ നമ്മൾ ചേർക്കണമെന്നില്ല. നമുക്ക് ആവശ്യത്തിന് പായസത്തിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ചെയ്ത് നോക്കിയിട്ട് മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കണം. അപ്പോൾ ഈന്തപ്പഴം 2-ാം പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി ആ കട്ടിക്ക് അനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി വയ്ക്കാം. അതിനുശേഷം ഒന്ന് തിളയ്ക്കുന്ന വരെ നമ്മൾ നോക്കണം. അപ്പോൾ ഈ പേസ്റ്റും നെയ്യും 2-ാം പാലൊക്കെ കൂട്ടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരുവിധം മിക്സായി ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഏത്തപ്പഴം ഇതെല്ലാം നമ്മൾ നെയ്യിൽ നേരത്തെ തന്നെ നമ്മൾ വാട്ടിയിട്ടിട്ടുള്ളതാണ്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മധുരം നമുക്ക് വേണോ എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് നമ്മൾ ഇത്തിരി ശർക്കരപ്പൊടി ചേർത്താൻ പോകും. മധുരമുണ്ട് എങ്കിൽ നമുക്ക് ഒരു സ്പൂണ് ശർക്കരപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ 1-ാം പാല് ചേർക്കാം.
ഇനി നമ്മൾ തിളച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നാം പാൽ കുറച്ച് ചേർക്കാം. ആവശ്യത്തിനുള്ള ഒന്നാം പാൽ മാത്രം നമ്മൾ ചേർത്താൽ മതി. ഒന്നാം പാൽ ചേർത്താൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഏലക്കാപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, ഇത്ര വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്നാണ് നമുക്കിത് ഈന്തപ്പം ഒന്ന് വേവിച്ചൊന്ന് അരച്ചെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നാം പാൽ വെച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ പായസം തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്കിത് ഓഫാക്കാം. ഇനി നമ്മൾ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടിപൊളി ഈത്തപ്പഴ പായസം തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈന്തപ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിത് ഒരു ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണൊക്കെ വരുന്നത്, ഓണത്തിന് നമ്മൾ നല്ല പായസം, നല്ല അടിപൊളി പായസം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.